ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാന്നുള്ളത്. സോ യു അച്ചീവ്ഡ് ഇറ്റ്. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ UPSC ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കമ്പൈൻഡ് അപ്രോച്ച് എടുക്കുക. അപ്പൊ അതിനകത്തുനിന്ന് കണ്ടന്റ് വളരെ ലിമിറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യുക, അത് പിന്നെയും റിവൈസ് ചെയ്യുക. എവിടെന്നെങ്കിലും ഒരു ഇത് കേട്ടു എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതെ നിങ്ങൾ തന്നെ PYQസിലെല്ലാം അത് അപ്ലൈ ചെയ്ത് നോക്കുക. യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ 1-on-1സും ഈ മോക്സും എല്ലാം ഭയങ്കര റിച്വൽസ് ആണ്. അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സും അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ ഇവിടുന്ന് കിട്ടിയത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. So heartiest congratulations, dear Padmaja. So it's like it's for many it's a dream come true moment. I mean, എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇപ്പൊ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആസ്പിറന്റിന്റെയും വലിയൊരു സ്വപ്നമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാന്നുള്ളത്. സോ യു അച്ചീവ്ഡ് ഇറ്റ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ UPSC ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ കാര്യം എക്സാം നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ സ്റ്റേജസും അതുപോലെ തന്നെ ഇതിന്റെ ഡിമാൻഡ്സും. പിന്നെ ഇപ്പം നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്തുനിന്ന് കണ്ടന്റ് വളരെ ലിമിറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യുക, അത് പിന്നെയും റിവൈസ് ചെയ്യുക. പിന്നെ ഓപ്ഷണൽ മെയിൻസിന്റെ സമയത്ത് PYQസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഓപ്ഷണൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഓപ്ഷണൽ എടുക്കുക. പിന്നെ ഏത് സ്റ്റേജിലാണെങ്കിലും സ്ട്രെസ് ഒഴിവാക്കുക. എനിക്ക് തോന്നുന്നില്ല ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞത്, കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ നമുക്ക് ഇപ്പം ഷീസ് ആക്ച്വലി എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. അപ്പോൾ വളരെ എന്താ പറയാ, ഒരു വലിയൊരു നോബൽ സർവീസ് ആണ്. സോ ഒരു എന്താ പറയുക, മെഡിസിൻ ഫീൽഡിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വരണമെന്ന് പ്രേരിപ്പിച്ച ചില മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെ ഒരു സർവീസിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുന്നത്. പിന്നെ എന്റെ സീനിയേഴ്സ് ഒക്കെ കുറച്ചുപേര് സർവീസിലുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ആ രീതിയിലാണ് ഞാൻ അറിയുന്നത്. പിന്നെ എന്റെ പ്രൊഫഷൻ എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു, അല്ലാതെ അത് ഒഴിവാക്കുക അങ്ങനെ ആ ഒരു രീതി ഞാൻ ചിന്തിച്ചില്ല. പിന്നെ തിരുവനന്തപുരത്തേക്ക് അമ്മ ട്രാൻസ്ഫർ ആയി, അങ്ങനെ ഞാനും ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പം കോച്ചിങ് ഈസിലി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഒരു അറ്റംപ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. സിമ്പിൾ ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും. ഇപ്പൊ നമുക്കറിയാം, ഏതൊരു ടോപ്പർ അല്ലെങ്കിൽ വിന്നർ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിന്റെയും ഒരു സക്സസ് സ്റ്റോറിയിൽ അദ്ദേഹത്തിന്റെ ലൈക്ക് പാരന്റിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. സോ ഇൻ യുവർ കേസ് ലൈക്ക് യുവർ അമ്മ വാസ് ദ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഐ തിങ്ക്. അപ്പൊ അമ്മേന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഈ എക്സാമിന്റെ ഏതൊക്കെ ഫേസസിലാണ് അമ്മ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ഓൺലൈൻ പ്രിപ്പയർ ചെയ്യുന്നോണ്ട് ഞാൻ ഫുൾ ടൈം വീട്ടിലായിരുന്നു. എല്ലാ ഫേസിലും വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അമ്മയാണ് കൂടുതൽ നമ്മുടെ എല്ലാ സ്പേസസും കാണുന്നത്. ഞാൻ പ്രിലിംസ് എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അമ്മയും പ്രിലിംസ് ഓൾമോസ്റ്റ് പഠിച്ചു, മെയിൻസും അതുപോലെ തന്നെ. അപ്പം ഫുൾ ടൈം അമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഈ വർഷം അറ്റംപ്റ്റ് കൊടുക്കുന്നവരാണ്. ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ദേ ഹാവ് ടു ഡു ദ റിവിഷൻസ് ടെസ്റ്റ് ആൻഡ് ഓൾ. അപ്പൊ ഈ 2026 പ്രിലിംസ് എഴുതാൻ പോകുന്ന നമ്മുടെ ആസ്പിറൻസിനോടുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? എസ്പെഷ്യലി ഓൺലൈൻ സ്റ്റുഡൻസും ഉണ്ടല്ലോ, ജോലി ബാലൻസ് ചെയ്ത് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മൾ എങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക, അത് സോൾവ് ചെയ്യുക. അപ്പം പിന്നെ എല്ലാവരും പറയുന്ന പോലെ കുറെ ടെക്നിക്സും കുറെ എലിമിനേഷൻ ലോജിക്സും ഒക്കെ ഉണ്ടാവും. എവിടെന്നെങ്കിലും ഒരു ഇത് കേട്ടു എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതെ നിങ്ങൾ തന്നെ PYQസിലെല്ലാം അത് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എഴുതുക. കമ്മിങ് ടു മെയിൻസ് പാർട്ട്, ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞാൽ ചെറിയൊരു സമയമുള്ളൂ. ദേ ഹൗ ടു ഡു ദ മെയിൻസ്, ഓൾ ദ 9 പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് ക്വാളിഫയിങ് പേപ്പേഴ്സ്. അപ്പം മെയിൻസ് സീരിയസ്ലി ഈ വർഷം മെയിൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറ്റംപ്റ്റ് പ്രിലിംസ് കൊടുത്ത് മെയിൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്തായിരിക്കും നമുക്കൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ എന്തായിരിക്കും, ഐ മീൻ യുവർ എക്സ്പീരിയൻസ് എന്തായിരിക്കും നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഫോർ മെയിൻസ്? വാട്ട് ദേ ഹൗ ടു ഡു ബിഫോർ പ്രിലിംസ് ഓർ ആഫ്റ്റർ പ്രിലിംസ്? ഇനിയിപ്പം പ്രിലിംസ് ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ പ്രിലിംസ് കഴിഞ്ഞുള്ള ഒരു ചെറിയ സമയത്തിൽ മെയിൻസിന്റെ GS പേപ്പേഴ്സ്, ഓപ്ഷണൽസ് അല്ലെങ്കിൽ SA പേപ്പറിനൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിരിക്കും പദ്മജന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കമ്പൈൻഡ് അപ്രോച്ച് എടുക്കുക, ഐസൊലേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാതെ. പിന്നെ അല്ലാതെ മെയിൻസിന് കുറച്ച് സമയം ഉള്ളെങ്കിൽ PYQs ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക്, ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ആണ്, കമ്മിങ് ജനറേഷന് കൊടുക്കാവുന്ന വലിയൊരു മെസ്സേജ് ആണ് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് വിക്ടറി. അതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇറ്റ്സ് യൂഷ്വലി ഇപ്പം നമ്മുടെ തന്നെ മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്, ബട്ട് ദേ ഓപ്റ്റ് ഫോർ സം
easy optionals and all. In your case, medical science was your അല്ലെങ്കിൽ എന്താ പറയുക അധികം ആരും ഓപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കാര്യമായിട്ട് വലിയൊരു മെന്റർഷിപ്സും കാര്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഓപ്ഷൻ തന്നെ എടുത്ത് ലൈക്ക് യു ഹാവ് പ്രൂവൺ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം ഒരു ഓപ്ഷണലിന്റെ ഒരു എന്തായിരുന്നു എക്സ്പീരിയൻസ്, ഓപ്ഷണൽ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെൽഫായിട്ടായിരുന്നോ ചെയ്തത്? അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അവരുടെ Okay. നോട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ പക്ഷെ ടെസ്റ്റ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഓക്കെ ഞാൻ ഓപ്ഷണൽ എടുത്തപ്പോ എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് മെയിൻ ആയിട്ട് നോക്കി. ഫൈൻ 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 ബാക്കിയുള്ള സബ്ജക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പഠിക്കുമ്പോൾ കുറച്ച് എനിക്ക് ഫെമിലിയർ ആണ്. ഓക്കെ അപ്പോ കൂടുതൽ നേരം നമ്മൾ ഓപ്ഷണലിന് വേണ്ടി ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. ഓക്കെ അപ്പോ ഓക്കെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഞാൻ Okay. അത് തന്നെ പ്രൈമറിലി നോക്കി. ഓക്കെ ഓക്കെ നമ്മൾ ഫൈനലി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആ പേഴ്സണാലിറ്റി ടെസ്റ്റിലൊക്കെ നമ്മുടെ ഇന്ററാക്ഷൻസിൽ വി ഡിസ്കസ്ഡ് ഓൺ സോ മെനി ആസ്പെക്ട്സ്. അപ്പം പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് ഓൾസോ എ ക്രൂഷ്യൽ സൈഡ് ഓഫ് ദിസ് പ്രിപ്പറേഷൻ. നമ്മുടെ പ്രിലിംസ് സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ മെയിൻസിന്റെയും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റും ആയിരിക്കും ഫൈനലി നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്സും അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പേഴ്സണാലിറ്റി ടെസ്റ്റ് നമുക്ക് ഓൺലൈൻ കുറെ മോക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ റിയാലിറ്റിയിൽ അത്രയും വിയേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിക്കുന്നത്. അതെ. വളരെ കോർഡിയൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓക്കെ പിന്നെ പ്രിപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് 1-on-1s മോക്ക് ഇന്റർവ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ സാറിന്റെ അടുത്തും ആ സമയത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം രാത്രി ഒരുപാട് നേരം ഇവിടുത്തെ ഫാക്കൽറ്റി എല്ലാം സ്പെൻഡ് ചെയ്ത് ഒരു മോക്ക് ഇന്റർവ്യൂ തന്നു. അത് Okay. വളരെ യൂസ്ഫുൾ ആയിരുന്നു. യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ 1-on-1s ഈ മോക്സും എല്ലാം ഭയങ്കര റിച്വൽസ് ആണ്. അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സും അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. ഓക്കെ ഓക്കെ പക്ഷെ ഇവിടുന്ന് കിട്ടിയത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നത്, ഞാനും അമ്മയും ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ടും ഓക്കെ പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ നോക്കുമായിരുന്നു. ഫൈൻ ഫൈൻ അത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. നൈസ് ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു. സോ വൺസ് അഗെയിൻ ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഡൂയേഴ്സ്, യുവർ ട്രെയിനിങ്സ് ആൻഡ് ഓൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു എവരി വൺ. Gallant IAS, chasing your passion to ace.